കുപ്പിച്ചില്ലേ? ആശാനത് എങ്ങനെ കണ്ടു? അതിശയിക്കണ്ട. പല നാൾ കണ്ടിരുളും വെളിച്ചമായി വരും. ഒരുതരം മാർദ്ധാര കാഴ്ച. ആ കാഴ്ച കിട്ടിയ പിന്നെ ഒന്നും പേടിക്കണ്ട. വീടുകൾക്കുള്ള നിലവറയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധികൾ പോലും കള്ളന് കണ്ണിന് കാണാൻ പറ്റും. പക്ഷെ നല്ല സാധന വേണം. ഈ വീടിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെ അല്ലേ ആശാനെ? അതെ, സത്യം. എന്നാലും ചെമ്പ് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ആണ് ജോലി? പോലീസിലാണ് ആശാനെ. പോലീസിലാ? DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. നീ മിടുക്കനാടാ. നിനക്ക് ഈ ഫീൽഡ് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. കൊത്തുമ്പോ മുറത്തിക്കറി തന്നെ കൊത്തണം. പാതിരാത്രി കഴിഞ്ഞ് വടക്കു പടിഞ്ഞാറേ ആകാശച്ചെരുവില് നേരത്തെ ചുവപ്പ് രാശിയുള്ള ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ പണിക്കിറങ്ങാൻ പാടുള്ളൂ. 2 മണിക്കൂറോളം നേരം ആ നക്ഷത്രം ആകാശത്തുണ്ടാവും. നക്ഷത്രം മാനത്ത് നിന്ന് മായും മുമ്പ് കളവ് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ മാന പോകുന്ന കള്ളന്റെ ആയിരിക്കും. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. നീ പോയി വാ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. കളവിനിടയിൽ കണ്ടുമുട്ടുന്ന വൃദ്ധജനങ്ങളുടെ കാലുതൊട്ട് നമസ്കരിക്കണം. പോയ കാര്യം എന്തായി? പണം തികഞ്ഞോ മോനെ? ഇല്ല ആശാനെ, ഇനിയും വേണ്ടി വരും. നീ വിഷമിക്കണ്ടടാ. പണമല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പരന്നു കിടക്കണേ. അരി ഒളിപ്പിച്ചു വെച്ച പത്തായത്തില് കൂറെ കൊച്ചിനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയല്ലേ. അതുകൊണ്ടാ ഈശ്വരൻ തസ്കരന്റെയും പതിയും കൂടി ആയത്. തസ്കർ എന്ന് വെച്ചാ സംസ്കാരം തന്നെയാ. നീ വാ, നമുക്ക് നടക്കാം. ലക്ഷണമൊത്ത കളവിനെയാണ് രാജകളവെന്ന് പറയുക. ராஜகளவுன்னு சொல்றது எடுத்த பொருளை வச்சில்ல, எடுத்த முறையும் காலத்தையும் வச்சு தான் சொல்றது. தரித்திரரு, குட்டிகள்